പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നിങ്ങൾ ഈ വാർത്ത കണ്ടിരുന്നു? അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ വലിയ കൊള്ള നടത്തിയ മുഖ്യപ്രതി ലവകുശ് മിശ്ര, അദ്ദേഹത്തിൻ്റെ വീട് പുതിയതായി പണി കഴിപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ പണം ചെലവഴിച്ച് പണിത പുതിയ വീട്, ആ വീട് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ നിർദ്ദേശം നൽകി. അതായത് അയോധ്യ കൊള്ളയിലെ മുഖ്യപ്രതിയുടെ വീട് ഇനി ബുൾഡോസർ കയറി ഇറങ്ങും. യോഗി ആദിത്യനാഥിൻ്റെ നീതി ഇങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. അത് ചിലപ്പോൾ കുറ്റവാളികളോട് തോക്കിൻ്റെ ഭാഷയിലാകും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറ്റവാളികളോട് ബുൾഡോസറിൻ്റെ ഭാഷയിലാകും. ഇതിനൊക്കെ പുറമെയാണ് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന നിയമപരമായിട്ടുള്ള ശിക്ഷ. ഒന്ന് ചോദിക്കട്ടെ, കേരളത്തിലും നടന്നല്ലോ ശബരിമല കൊള്ള. AC റൂമിലിരുന്ന് അയോധ്യ കൊള്ളയെക്കുറിച്ച് സംസാരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഈ ശബരിമല കൊള്ള നടന്ന സമയത്ത് അതിനകത്ത് പ്രതികൾ എത്ര പേർക്കെതിരെ പാർട്ടി നടപടിയെടുത്തു? ആ പാർട്ടി നടപടി എപ്പോഴാണ് എടുത്തത്? എന്തുമാത്രം താമസിച്ചിട്ടാണ് ആ പാർട്ടിയുടെ നടപടി വന്നത്? അതേസമയത്ത് ആ പ്രതികൾക്ക് തന്നെ നമുക്കറിയാം, കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതുകൊണ്ട് അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരിക തന്നെ ചെയ്തു. എന്നാൽ ഇവിടെ 100% ഉറപ്പാണ്, ഇതിലെ ഈ അയോധ്യ ക്ഷേത്രത്തിലെ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആ പ്രതികളെ രക്ഷിക്കാൻ ഒരാൾ പോലും വരില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അയാൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്നവരുടെ ലൈസൻസ് വരെ റദ്ദ് ചെയ്യുമെന്ന് അവിടുത്തെ ബാർ കൗൺസിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ആ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അയോധ്യയിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാളുടെ വീട് ഇന്ന് തകർക്കപ്പെടും. അതേ തുടർന്ന് അയാളും അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും ശിക്ഷിക്കപ്പെടും. അതേ സമയത്ത് ശബരിമല കൊള്ളയിലെ ആളുകൾ ഇപ്പോഴും പുറത്ത് സുഖമായി നടക്കുകയാണ്. ആ പണം അവർ കൊള്ള നടത്തിയ പണം പൂർണ്ണമായിട്ടും കണ്ടെത്താൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. അവർക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ